Hello everyone, welcome to my channel. നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്. It is an internal male genital organ. So the subheadings are location, external features, lobes, capsule, glands, blood supply, lymphatic drainage, changes of prostate with age, and the applied aspect, that is BPH, benign prostate hypertrophy. First subheading, it is the location. Here we can able to see the prostate gland. ഇവിടെ നമുക്കൊരു ഓറഞ്ച് കളറിൽ നമ്മൾ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി ലെസ്സർ പെൽവിസ്, ജസ്റ്റ് ബിലോ ദി നെക്ക് ഓഫ് ദി യൂറിനറി ബ്ലാഡർ ആൻഡ് എബവ് ദി യൂറോജെനൈറ്റൽ ഡയഫ്രം, ബിഹൈൻഡ് ദ പ്യൂബിക് സിംഫൈസിസ് and in front of the fascia of denonvileo. Next subheading, it is the external features. Prostate gland is having a shape of inverted cone. External features, it has an apex, it has base, and it has four surface: anterior, posterior, two infrolateral surface. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എപ്പെക്സ്. So this apex of the prostate gland will be directed downward and it will rest on the urogenital diaphragm. Here we can see the base of the prostate gland surrounding the neck of the urinary bladder, and this base which is pierced by the urethra, and that will be located in the anterior 1/3 and posterior 2/3. Anterior surface of the prostate internal features of the prostatic urethra 2 cm behind the pubic symphysis. Okay, so this anterior surface will be located 2 cm behind the pubic symphysis, and the posterior surface will be located in front of the rectum, and which is separated by the fascia of denonvileo. നെക്സ്റ്റ് ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ സർഫസിൽ നമ്മൾ കാണുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പോസ്റ്റീരിയർ സർഫസിൽ ഒരു ട്രാൻസ്വേഴ്സ് സൾക്കസ് കാണാൻ പറ്റും. ദിസ് ഈസ് ദി ട്രാൻസ്വേഴ്സ് സൾക്കസ്, ആൻഡ് വി ക്യാൻ സീ ദ പോസ്റ്റീരിയർ മീഡിയൻ സൾക്കസ്. ഓക്കെ, ഓൺ ദ പോസ്റ്റീരിയർ സർഫസ് വി ഹാവ് ദ ഓപ്പണിംഗ് ഫോർ ദി ഇജാക്കുലേറ്ററി ഡക്റ്റ്. Next, we will be seeing about the lobes of the prostate gland. Here we have anterior lobe, median lobe, posterior lobe, and 2 lateral lobes. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സജൈറ്റൽ സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഈ സജൈറ്റൽ സെക്ഷൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ലോബ്സ് ആൻറ്റീരിയർ ലോബ് കാണാൻ പറ്റുന്നുണ്ട്, മീഡിയൻ ലോബ്, പോസ്റ്റീരിയർ ലോബ്. ആൻറ്റീരിയർ ലോബിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദി യുറേത്ര. അപ്പോൾ ഇവിടെ നമുക്ക് യൂറിനറി ബ്ലാഡർ ഉണ്ട്, ദെൻ നമുക്ക് താഴത്തേക്ക് യുറേത്രയുണ്ട്. സോ പ്രോസ്റ്റേറ്റ് ഇരിക്കുന്നുണ്ട്, പ്രോസ്റ്റേറ്റിക് യുറേത്ര. സോ ഈ പ്രോസ്റ്റേറ്റിക് യുറേത്രയുടെ ഇൻ ഫ്രണ്ടിലുള്ളതാണ് നമ്മുടെ ആൻറ്റീരിയർ ലോബ്. ദെൻ ഇവിടെ നമുക്ക് ഇജാക്കുലേറ്ററി ഡക്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ സെമൈനൽ വെസൈക്കിളാണ്. ഓക്കെ, സോ ഈ ഇജാക്കുലേറ്ററി ഡക്റ്റിൻ്റെ ഫ്രണ്ടിൽ വരുന്നതാണ് നമ്മുടെ മീഡിയൻ ലോബ്. ദെൻ ഇജാക്കുലേറ്ററി ഡക്റ്റിൻ്റെ ബിഹൈൻഡ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ പോസ്റ്റീരിയർ ലോബ്. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഒരു ട്രാൻസ്വേഴ്സ് സെക്ഷൻ അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ളൊരു സെക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് ലോബ്സ് കാണുന്നത് നോക്കാം. സോ ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ സെക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ലോബ്സും കാണാൻ പറ്റും. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സീ ദ ആൻറ്റീരിയർ ലോബ് ഇൻ ഫ്രണ്ട് ഓഫ് ദി പ്രോസ്റ്റേറ്റിക് യുറേത്ര, മീഡിയൻ ലോബ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദി പ്രോസ്റ്റേറ്റിക് യുറേത്ര ആൻഡ് ദി ejaculatory duct. Then behind that we can see the posterior lobe.
Then on either side we have the lateral lobe. Here we can see the opening for the prostatic utricle. Here this is a sagittal section. Okay, so in this sagittal section we can see the arrangement, how the lobes get arranged with respect to the urethra and the ejaculatory duct. Here when we cut through the by taking a horizontal section, we have all the lobes, okay, which are arranged like this. Okay, so anterior lobe, median lobe, two lateral lobe, and the posterior lobe. Then the opening of the prostatic urethra, ejaculatory duct, and we have the prostatic utricle. അതിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ എത്ര ലോബ്സ് ഉണ്ട്? 5 ലോബ്സ് ആണ് നമുക്കിവിടെ ഉള്ളത്. ആൻറ്റീരിയർ ലോബ്, പോസ്റ്റീരിയർ ലോബ്, മീഡിയൻ ലോബ്, ദെൻ 2 ലാറ്ററൽ ലോബ്സ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രോസ്റ്റേറ്റിക് യുറേത്രയുടെ കുറച്ച് ഫീച്ചേഴ്സാണ്. ഓക്കെ, സോ നമുക്കറിയാം പ്രോസ്റ്റേറ്റിക് യുറേത്ര എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ വൈഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ഡൈലേറ്റബിൾ പാർട്ട് ഓഫ് ദി urethra, male urethra. Okay, the main features that we can see on the posterior wall of the prostatic urethra are urethral crest. urethral crest എന്ന് വെച്ചാൽ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ്റെ ഒരു മീഡിയനിൽ തന്നെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള റിഡ്ജ് ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ യുറീത്രൽ ക്രസ്റ്റിൻ്റെ അവിടെ നമുക്ക് നടുക്കായിട്ടൊരു എലവേഷൻ കാണാൻ പറ്റും. ആ എലവേഷനെ പറയുന്ന പേരാണ് കോളിക്കുലസ് സെമൈനാലിസ്. ഓക്കെ, ഇനി ഈ എലവേഷൻ്റെ അകത്തോട്ട് നമുക്ക് ഓപ്പണിങ്സ് വരുന്നുണ്ട്. ഇജാക്കുലേറ്ററി ഡക്റ്റിൻ്റെ ഓപ്പണിങ് വരുന്നുണ്ട്. അതേപോലെ ഈ മിഡിലിൽ കാണുന്ന ഓപ്പണിംഗ് എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റിക് യുട്രിക്കിളിൻ്റെ ഓപ്പണിംഗ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് കാണാൻ പറ്റും? അതിന് ചുറ്റുമായിട്ട് പ്രോസ്റ്റേറ്റിക് സൈനസ് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ നമുക്കറിയാം ദി പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് റെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ യൂറോജെനിറ്റൽ ഡയഫ്രത്തിൻ്റെ മേലെയാണ്. അതിൻ്റെ സുപ്പീരിയർ ഫേഷ്യയുടെ മേലെയാണ് നമ്മൾ എപ്പെക്സ് ഓഫ് ദി പ്രോസ്റ്റേറ്റിക് ഗ്ലാൻഡ് റെസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത് കാണുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ അറിയാം, നമ്മളൊരു ഹൊറിസോണ്ടൽ സെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് പ്രോസ്റ്റേറ്റിക് യുറേത്ര ഇവിടെ കണ്ടല്ലോ. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റിക് യുറേത്രയുടെ പോസ്റ്റീരിയർ സർഫസിൽ കാണുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മളിവിടെ എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? യുറേത്രൽ ക്രസ്റ്റ് കാണാൻ പറ്റും. യുറേത്രൽ ക്രസ്റ്റ് എന്ന് വെച്ചാൽ അതൊരു മ്യൂക്കസ് മെംബ്രെയിൻ്റെ മീഡിയൻ ലോഞ്ചിറ്റ്യൂഡിനൽ റിഡ്ജാണ്. അപ്പോൾ ആ റിഡ്ജിൻ്റെ അകത്ത് നടുക്ക് ഒരു എലവേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, എലവേഷൻ കാണാൻ പറ്റും. ആ എലവേഷനെ പറയുന്ന പേരാണ് കോളിക്കുലസ് സെമൈനാലിസ്. അവിടെ നമുക്ക് 3 ഡക്റ്റിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്. 2 ഇജാക്കുലേറ്ററി ഡക്റ്റും ഒരു പ്രോസ്റ്റേറ്റിക് യുട്രിക്കിളിൻ്റെ ഓപ്പണിങ്ങും. പിന്നെ നമുക്കതിന് ചുറ്റുമായിട്ട് നമുക്ക് പ്രോസ്റ്റേറ്റിക് സൈനസ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ പ്രോസ്റ്റേറ്റിക് സൈനസിൻ്റെ അവിടെ നമുക്ക് കുറേ ഡക്റ്റുകൾ കാണുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഗ്ലാൻഡുകളുടെ, ഇപ്പോൾ പ്രോസ്റ്റേറ്റിക് ഗ്ലാൻഡ് പ്രോപ്പർ അല്ലെങ്കിൽ സബ്മ്യൂക്കോസൽ ഗ്ലാൻഡ്, പിന്നെ മ്യൂക്കോസൽ ഗ്ലാൻഡ്, അതിൻ്റെയൊക്കെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഈ പ്രോസ്റ്റേറ്റിക് സൈനസിലോട്ടാണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ദി ലൊക്കേഷൻ ഓഫ് ദ കോളിക്കുലസ് സെമൈനാലിസ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓരോ ലോബ്സിൻ്റെ ഫീച്ചേഴ്സിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ആൻറ്റീരിയർ ലോബിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഡിവോയ്ഡ് ഓഫ് ഗ്ലാൻഡുലാർ ടിഷ്യൂ. കാരണം അതിൻ്റെ അകത്ത് എന്തില്ല, യാതൊരുവിധ ഗ്ലാൻഡുലാർ ടിഷ്യൂവും ഇല്ല. ഓക്കെ, രണ്ടാമത് നമുക്കുള്ളതാണ് മീഡിയൻ ലോബ്. ഓക്കെ, അതിന് മുന്നേ ആൻറ്റീരിയർ ലോബിൻ്റെ അകത്ത് ഗ്ലാൻഡുലാർ ടിഷ്യൂ ഒന്നുമില്ലാത്തത് കൊണ്ട് നമ്മളതിനെ ഇസ്തമസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ലൈക്ക് ഒരു കണക്റ്റിംഗ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് 2 ലാറ്ററൽ ലോബ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ആൻറ്റീരിയർ ലോബ് കാണുന്നുണ്ട്. ഓക്കെ, ഇൻ ഫ്രണ്ട് ഓഫ് ദി പ്രോസ്റ്റേറ്റിക് യുറേത്ര. നെക്സ്റ്റ് നമുക്ക് മീഡിയൻ ലോബാണ്. മീഡിയൻ ലോബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മീഡിയൻ ലോബ് ഇരിക്കുന്നത് എവിടെയാണ്? ജസ്റ്റ് ബിഹൈൻഡ് ദ അപ്പർ പാർട്ട് ഓഫ് ദി പ്രോസ്റ്റേറ്റിക് യുറേത്ര ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓപ്പണിങ്സ് ഓഫ് ദ ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഈ മീഡിയൻ ലോബ് ഈ പ്രോസ്റ്റേറ്റിക് യുറേത്രയിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ യുറേത്രൽ ക്രസ്റ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മീഡിയൽ ലോബാണത് ഫോം ചെയ്യുന്നത്. ഓക്കെ, BPH അതായത് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി, അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ലോബ് എന്ന് പറയുന്നത് നമ്മുടെ മീഡിയൻ ലോബാണ്. കാരണം ഈ മീഡിയൻ ലോബിൻ്റെ അകത്ത് ഒരുപാട് ഗ്ലാൻഡുലാർ ടിഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദി മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് അഡിനോമ. ദിസ് മീഡിയൻ ലോബ്. ഓക്കെ, here we can see the posterior lobe that is located behind the median lobe and between the 2 lateral lobes.
ഏതൊരു ഗ്ലാൻഡ് നോക്കിയാലും അതിനെന്തുണ്ടാകും, ഒരു ക്യാപ്സ്യൂൾ ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനും ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്. അപ്പം പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് ഒന്നല്ല 2 ക്യാപ്സ്യൂൾ ഉണ്ട്. ഹിയർ വി ക്യാൻ സീ ദ ട്രൂ ക്യാപ്സ്യൂൾ ആൻഡ് ദി ഫോൾസ് ക്യാപ്സ്യൂൾ. ഓക്കെ, ട്രൂ ക്യാപ്സ്യൂൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി കണ്ടൻസേഷൻ ഓഫ് പെരിഫറൽ ഫൈബ്രസ് ട്രോമ ഓഫ് ദ ഗ്ലാൻഡ്. സോ ദാറ്റ് വിൽ ബി ക്ലോസ്ലി റിലേറ്റഡ് ടു ദി ഗ്ലാൻഡ്. But the false capsule that will be derived from the pelvic fascia and it envelop the true capsule of the prostate gland. In between the true capsule and the false capsule we can see the prostatic venous plexus. നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡൊക്കെ പഠിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ അകത്ത് ട്രൂ ക്യാപ്സ്യൂളിൻ്റെ അകത്തായിട്ടായിരുന്നു നമ്മൾ വീനസ് പ്ലക്സസ് കണ്ടത്. പക്ഷേ ഇവിടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ വീനസ് പ്ലക്സസ് കാണുന്നത് ബിറ്റ്വീൻ ഫോൾസ് ക്യാപ്സ്യൂൾ ആൻഡ് ദ ട്രൂ ക്യാപ്സ്യൂൾ. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചറൽ സോണുകളും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന പല ടൈപ്പ് ഗ്ലാൻഡ്സുകളെ കുറിച്ചുമാണ്. ഓക്കെ, സോ അതിന് നമ്മളൊരു ക്രോസ് സെക്ഷൻ ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു ഫോൾസ് ക്യാപ്സ്യൂളും ട്രൂ ക്യാപ്സ്യൂളും, അതിൻ്റെ ഇടയ്ക്കായിട്ട് പ്രോസ്റ്റേറ്റിക് വീനസ് പ്ലക്സസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഒരു ട്രാൻസ്ഫേഴ്സ് സെക്ഷനിൽ ഒരു ഹൊറിസോണ്ടൽ സെക്ഷൻ എടുത്തു. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആൻറ്റീരിയർ ലോബിൻ്റെ അകത്ത് ഗ്ലാൻഡുകളൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ ഇസ്തമസ് എന്നും പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ സോൺ തിരിക്കുമ്പോൾ ഈ ആൻറ്റീരിയർ ലോബിനെ നമ്മൾ സോൺ തിരിക്കാത്തത്. കാരണം അവിടെ നമുക്ക് ഗ്ലാൻഡുകളൊന്നുമില്ല. ഈ ഗ്ലാൻഡുകൾ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ സോണിലും ഓരോ ഗ്ലാൻഡുകളാണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോണായിട്ട് തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 സോണാണുള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഔട്ടർ സോൺ ഉണ്ട്, റോസ് കളറിൽ കാണുന്നതാണ് നമ്മുടെ ഔട്ടർ സോൺ. ദെൻ വി ഹാവ് ദ ഇന്നർ സോൺ. ദെൻ അതിൻ്റെ അകത്തായിട്ട് നമുക്ക് ഇന്നർ മോസ്റ്റ് സോൺ കാണാൻ പറ്റും. ദെൻ ഇവിടെ നമുക്ക് കാണുന്നതാണ് നമ്മുടെ പ്രോസ്റ്റേറ്റിക് യൂറേത്ര, വേർ വി ക്യാൻ സീ ദ പ്രോസ്റ്റേറ്റിക് ക്രസ്റ്റ് ആൻഡ് പ്രോസ്റ്റേറ്റിക് സൈനസ്. ഓക്കെ, ദെൻ നമുക്ക് ഗ്ലാൻഡുകൾ ഓരോന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇന്നർ മോസ്റ്റ് സോണിൽ കാണുന്ന ഗ്ലാൻഡാണ്. ഇന്നർ മോസ്റ്റ് സോണിൽ കാണുന്ന ഗ്ലാൻഡാണ് നമ്മുടെ സിമ്പിൾ മ്യൂക്കോസൽ ഗ്ലാൻഡ്, ഓൾസോ കോൾഡ് ആസ് ദ സബ് യൂറേത്രൽ ഗ്ലാൻഡ് എന്ന് പറയും. ഈ സിമ്പിൾ മ്യൂക്കോസൽ ഗ്ലാൻഡ് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ പ്രോസ്റ്റേറ്റിക് സൈനസിലോട്ടാണ്. ആ ലെവൽ എന്ന് പറയുന്നത് എബൌട്ട് ദ ലെവൽ ഓഫ് ദി കോളിക്കുലസ് സെമൈനാലിസ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു യുറീത്രൽ ക്രസ്റ്റിൻ്റെയും നമുക്ക് മിഡിലായിട്ടൊരു എലവേഷൻ ഉണ്ട്. ആ എലവേഷനെ പറയുന്ന പേരാണ് കോളിക്കുലസ് സെമൈനാലിസ്. അതിൻ്റെ മുകളിലായിട്ട് കാണുന്ന ഭാഗത്തുള്ള പ്രോസ്റ്റേറ്റിക് സൈനസിലോട്ടാണ് നമ്മുടെ സിമ്പിൾ മ്യൂക്കോസൽ ഗ്ലാൻഡ് ഡ്രെയിൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് സോണാണ് നമ്മുടെ ഇന്നർ സോൺ. അപ്പം ഈ ഇന്നർ സോൺ എന്ന് പറയുന്നത് ഔട്ടർ ടു ദി ഇന്നർ മോസ്റ്റ് സോൺ. സോ ഇന്നർ സോണിൻ്റെ അകത്ത് നമുക്ക് കാണുന്ന ഗ്ലാൻഡാണ് നമ്മുടെ സബ് മ്യൂക്കോസൽ ഗ്ലാൻഡ്. ഈ സബ് മ്യൂക്കോസൽ ഗ്ലാൻഡ് ഡ്രെയിൻ ചെയ്യുന്നത് നമ്മുടെ പ്രോസ്റ്റേറ്റിക് സൈനസിലോട്ടാണ് അറ്റ് ദ ലെവൽ ഓഫ് ദി കോളിക്കുലസ് സെമൈനാലിസ്. ഓക്കെ, സോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സബ് മ്യൂക്കോസൽ ഗ്ലാൻഡ് ദാറ്റ് വിൽ ബി ഡ്രെയിനിങ് ഇൻ ടു ദ പ്രോസ്റ്റേറ്റിക് സൈനസ് അറ്റ് ദ ലെവൽ ഓഫ് ദി കോളിക്കുലസ് സെമൈനാലിസ്. നെക്സ്റ്റ് ആണ് നമ്മുടെ ഔട്ടർ സോൺ. ഔട്ടർ സോണിൽ നമ്മൾ കാണുന്ന ഗ്ലാൻഡിൻ്റെ പേരാണ് പ്രോസ്റ്റേറ്റിക് ഗ്ലാൻഡ് പ്രോപ്പർ. So here we can see the prostatic gland proper that will be draining into the prostatic sinus below the level of the colliculus seminalis. Okay, so ഇതാണ് നമ്മുടെ different types of gland that can be seen in the prostate gland.